ഹലോ കീർത്തി, എന്തായി? എന്തേലും വഴിയുണ്ടോ? എനിക്ക് കാത്തിരിക്കാൻ ഒട്ടും സമയമില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് ആ പണം കിട്ടണം. എന്തേലും ഒരു വഴിയുണ്ടോ? എത്ര രൂപ മുടക്കിട്ട് എന്താ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനേ ഭാഗ്യം. 4 വർഷം കഴിഞ്ഞാലേ വേറെ പെണ്ണ് കിട്ടിയ തീരാവുന്നതേ ഉള്ളൂ. ഹരിമോൻ അത്രയ്ക്ക് പ്രായമൊന്നും ആയില്ല. ഇത് മച്ച് തന്നെയാ. അപ്പോ നീ ഇതുവരെ റെഡി ആയില്ലേ? എന്താ നിന്റെ മുഖമല്ലാതിരിക്കുന്നത്? ഓ, ബിന്ദു അമ്മായി വന്നപ്പോ വല്ല പറഞ്ഞാണ് അല്ലേ? രണ്ടുപേരും കൂടെ നിന്റെ ചെവി തിന്നോ? എൻ്റെ അപ്പോ ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെയുള്ള ഒന്നിനെ ഈ വീട്ടിൽ കയറ്റരുതെന്ന്. എൻ്റെ അമ്മയും ഇങ്ങനെയാണ്, അപ്പോഴാ ബാക്കിയുള്ളവർ. എടോ, എനിക്ക് മനസ്സിലാവും തൻ്റെ വിഷമം. അതൊക്കെ ഇപ്പൊ തീരാൻ പോയല്ലേ. നമുക്ക് 4 വർഷം വെയിറ്റ് ചെയ്യാമെങ്കിൽ പിന്നെയാണ് ഈ 1 മാസം. എനിക്ക് നല്ല ഉറപ്പുണ്ട് പ്രാവശ്യം എല്ലാം ഓക്കെ ആയിരിക്കും. ഹരിയേട്ടാ, ബാക്കി എല്ലാവരും പറയുന്ന പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ അമ്മയും കൂടെ ഇങ്ങനെ തുടങ്ങി കഴിയുമ്പോൾ കഴിഞ്ഞ 4 വർഷം നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കുട്ടികൾ ഉണ്ടാവാത്തതെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അമ്മയ്ക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. അതിന്റെ ഫലം ഞാൻ ഈ കേൾക്കണതൊക്കെ. ഇപ്രാവശ്യത്തെ ടെസ്റ്റും കൂടെ നെഗറ്റീവ് ആണെങ്കിൽ കിട്ടും. കരയാതെ റെഡിയാവും. നമുക്ക് പുറത്തോടെ പോവാം. ചെല്ല് ചെല്ലാൻ. മോളെ, വിശേഷം എന്തെങ്കിലും ആയോ? കേട്ടില്ലേ? വഴിനീള ആളുകൾ ചോദിച്ചു തുടങ്ങി. നാട് നീള ആളുകളോട് കൊള്ളത്തരം പറഞ്ഞ് മടുത്തടി. നിനക്കിനി എന്നെ നാണം കെടുത്തി മതിയായില്ലേ? എന്റെ മോന് ഒരു കുറവില്ലെന്ന് എനിക്ക് നന്നായിട്ട് എടി. മക്കളില്ലാത്ത വീട്ടിന് എന്ത് വിളിച്ചോടിയുള്ളത്? ഒരു കുഞ്ഞിനെ വയറ്റി ചുമക്കാൻ പറ്റാത്ത പെണ്ണ്. നിനക്ക് എന്ത് പേര് പറഞ്ഞാടി വിളിക്കേണ്ടത്? റിസൾട്ട് കാത്ത് നിൽക്കാനൊന്നും എനിക്ക് സമയമില്ല. നീ എന്റെ മോന്റെ ജീവിതത്തിൽ നിന്ന് മാറി തന്നേ പറ്റൂ. ഞാൻ ഇനി എന്ത് ചെയ്യും കീർത്തി? സ്വന്തമായിട്ട് കയറി കിടക്കാൻ ഒരു മുറി പോലും ഇല്ല എനിക്ക്. ഞാൻ എന്റെ മോക്ക് വേണ്ടി ഇത്രയും തുക എങ്ങനെ കണ്ടുപിടിക്കാനാ? എനിക്ക് എന്റെ മോളെ വേണം. മായ, നീ ആകെ തകർന്നു നിൽക്കുവാണെന്ന് എനിക്കറിയാം. പക്ഷെ ധൈര്യം കൈവിടരുത്. എനിക്കറിയാവുന്ന ചിലരോടൊക്കെ ഞാൻ നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആലോചിച്ചിട്ട് ആകെ വട്ടുപിടിക്കുക. ഓരോ ദിവസം കഴിയുന്നവരും വിശ്വാസം എല്ലാം എന്നെ ഇത് പൊക്കോണ്ടിരിക്കുക. ഇത്രയും തുക എനിക്ക് എങ്ങനെ ഒപ്പിക്കണമെന്ന് അറിയില്ല. എനിക്ക് എന്തായാലും ആ പണം വേണം. പ്ലീസ്, എന്തേലും ഒരു വഴി പറ. എടാ, എന്തേലും ഒരു വഴി നമുക്ക് തെളിഞ്ഞു കിട്ടും. നീ ആദ്യം ധൈര്യം കൈവിടാതെ നിൽക്ക്. നീ പേടിക്കാതെ. എങ്ങനെ തൽക്കാലം അതുവരെ നിനക്ക് എന്റെ കൂടെ എന്റെ PG കഴിഞ്ഞൂടെ? നീ വാ, കേറ്. ആ, നീ വന്നോ? വന്ന എന്തായാലും നന്നായി. എനിക്ക് കുറച്ച് പറയാനുണ്ട്. എന്താ അമ്മ? എടാ, 2 കുട്ടികളി ആദ്യം നിർത്ത്. വർഷം 4 കഴിഞ്ഞില്ലേ? ഇപ്പൊ തന്നെ ലേറ്റായി. ഞങ്ങൾക്ക് കൊണ്ട് പേരക്കുട്ടികളെ കാണണമെന്നൊക്കെ. വയസ്സുകാലത്ത് ഇതൊക്കെയല്ലേ ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. അത് അമ്മ, ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. മതി ആലോചിച്ച് വെക്ക. ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല. കുറെ നാളായി ഞാൻ സഹിക്കുന്നു. അവൾക്ക് പെറാൻ കഴിയില്ലെന്ന് നിന്റെ വാണ്ട് പറയുന്നത് എനിക്ക് കേൾക്കണം. അമ്മ എന്തായി പറയുന്നേ? പിന്നെ എന്താടാ അവൾക്ക് വിശേഷാവാത്ത? വർഷം ഇത്രയായില്ലേ? നിനക്ക് വയസ്സ് 32 ആയില്ലേ? അവൾക്ക് 28 കഴിഞ്ഞില്ലേ? ഇനിയും നിങ്ങളുടെ കള്ളക്കളിയൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കണം. അവൾക്ക് അമ്മയമ്മ കഴിവില്ലടാ. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അവള് നിന്റെ ജീവിതത്തിൽ നിന്ന് സ്വയം മാറിത്തരും. അമ്മേ, എന്നോട് എതിർക്കാതിക്കണ്ട.
ഇതൊക്കെ എല്ലാ അമ്മമാരും സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോ ഇങ്ങനെ തന്നെ. അതൊന്നും മച്ചിയായ നിന്റെ വീട്ടിൽ കുത്തിയിരിക്കണ ഭാര്യയ്ക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞ കാര്യം എന്തുവായി? അമ്മ അത് എടി, നിന്റെ അടുത്ത് ഞാൻ കല്യാണത്തിന് മുമ്പ് എത്ര തവണ പറഞ്ഞിട്ടുണ്ടടി, എന്റെ മോന്റെ ജീവിതം നശിപ്പിക്കാനായിട്ടുണ്ടായതാണോ നീ? അമ്മ എന്താടി നിനക്ക് പൊള്ളുന്നുണ്ടോ? നീ പറയുന്നതെല്ലാം വെറും പച്ചക്കള്ളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് പ്രസവിക്കാൻ കഴിവില്ല, നീ വെറും ഒരു മച്ചിയാണെന്ന് എനിക്കറിയാടി. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ ഞാൻ പറയും പോലെ കേൾക്ക്. ഞാൻ പറയുന്ന ഹോസ്പിറ്റലിൽ വന്ന് പറയുന്ന ടെസ്റ്റ് എടുത്തിട്ട് നിനക്ക് പ്രസവിക്കാൻ കഴിവുണ്ടെന്ന് നീ തെളിയിക്കേ. നീ വരില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ മച്ചിയാണെന്ന് നിനക്കും നിന്റെ വീട്ടുകാർക്കും കല്യാണത്തിന് മുന്നേ അറിയാമായിരുന്നു. എന്നിട്ടല്ലേടി നീ കണ്ണുകാണിച്ച് എന്റെ മോനെ പാട്ടിലാക്കിയത്? എടി, ഇനിയെങ്കിലും കുറച്ച് കരുണ എന്റെ മോന്റെ അടുത്ത് കാണിക്കേ. നീ ഒന്ന് ഒഴിഞ്ഞു പോ. അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നല്ലൊരു ജീവിതവും ഞാൻ അവനുണ്ടാക്കി കൊടുത്തോളാം. ഹരിയേട്ടാ, അതെ, ഞാനൊരു കാര്യം പറഞ്ഞത് അനുസരിക്കോ? എന്താ? ഹരിയേട്ടൻ വേറെ കല്യാണം കഴിക്കണം. ഓ, അത്രേ ഉള്ളൂ? അതിനെന്താ, കഴിക്കാം. എന്നിട്ട് തമാശ അല്ല, അമ്മ പറയണത് ശരിയല്ലേ? ഇതിപ്പോ ഞാൻ ഹരിയേട്ടന്റെ ജീവിതം നശിപ്പിക്കുന്ന പോലെയല്ലേ? എന്റെ പൊന്നപ്പൂ, എന്റെ അമ്മയും നാട്ടുകാരും പറയുന്നതൊക്കെ അവർക്ക് വിവരം ഇല്ലാത്തോണ്ടെന്നെങ്കിലും പറയാം. പക്ഷെ നീ എന്താടോ? എന്ത് പറ്റിയടോ? ഹരി, നാളെ നീ ഓഫീസിൽ പോകുമ്പോഴേ ആ ശ്വേതയുടെ വളകാപ്പ് നടത്തുന്നിടത്ത് അമ്മയെ കൂടെ ഒന്ന് ഇറക്കിയേക്കണേ. അല്ല, ഞാനെന്താ വരുന്നത്? നാളെ അപ്പു വളക്കാപ്പിന് പോകുന്നുണ്ടല്ലോ, ഞാൻ അപ്പുവിന്റെ കൂടെ പോയാ പോരെ? എവിടെ പോകുന്നെന്ന്? എടാ, വർഷങ്ങളായിട്ട് മച്ചിയാ നിൽക്കുന്ന ഇവള് പോകാൻ പറ്റുന്ന ഫംഗ്ഷൻ ആണോ അത്? അവിടെ ചെന്നാലേ ഇവളെല്ലാരും കൂടെ അടിച്ചിറക്കും. പോട്ടെ, സാരമില്ല. കരയാൻ. ഹലോ ഹലോ ഹരി, നീ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്, പറയ്. എടാ, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. എന്താടാ? എന്റെ ചെറിയച്ഛൻ്റെ മകൾക്ക് കുഞ്ഞുങ്ങൾ 8 വർഷം കഴിഞ്ഞു. പിന്നെ അവരൊരു ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി ഇപ്പൊ നല്ല റിസൾട്ട് ഉണ്ട്. നീ വൈഫിനെ വിളിച്ചൊന്ന് പോയി നോക്കണം. നിനക്കൊക്കെ എന്തിന്റെ കേടായിരുന്നേ? എനിക്ക് കുഞ്ഞുണ്ടാവത്തന്നെ നിനക്കെന്താ ഇത്ര? എനിക്ക് കുറച്ച് സ്വൈരം താ പ്ലീസ്. മോനെ, നീ ഇങ്ങനെ വിഷമിച്ച് കാണാൻ അമ്മയ്ക്ക് വയ്യടാ. നീ ഇതൊന്നും അനുഭവിക്കേണ്ട ആളേ അല്ല. ഇതെല്ലാത്തിനും കാരണക്കാരി അവൾ ഒരുത്തിയ. മോനെ, അമ്മ പറയണ നീ ഒന്ന് കേൾക്ക്. മോനെ, നിനക്ക് വേറെ നല്ല ബന്ധം കിട്ടും. പ്രസവിക്കാൻ കഴിവുള്ള നല്ല പെണ്ണിനെ അമ്മ കണ്ടുപിടിച്ചു തരാം. അമ്മ പ്ലീസ്, അമ്മ ഒരു പെണ്ണല്ലേ, അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നത്? അമ്മയ്ക്ക് പ്രസവിക്കാൻ കഴിയില്ലെന്നേ അമ്മ എന്ത് ചെയ്തേനെ? എടാ, നിന്റെ അച്ഛന്റെ ജീവിതത്തിൽ ഞാനങ്ങ് ഒഴിഞ്ഞു പോയേനെ. അല്ലാതെ ഈ മച്ചിയെ പോലെ. നിർത്ത്. ഞങ്ങൾക്ക് ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ശരി, എന്റെ ജീവിതത്തിൽ അവളല്ലാതെ വേറൊരു പെണ്ണില്ല. ഇനി അമ്മയ്ക്ക് ഞങ്ങളൊരു ബാധ്യതയാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിത്തരാം, മതിയോ? മോനെ, മായ, നീ എപ്പ എത്തി? എടി, പോയ ജോലിക്കാരി എന്തായി? ശരിയാവുമോ? പിന്നെ വേറൊരു വഴിയുണ്ട്. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് നീ എന്നെ തെറ്റിദ്ധരിയരുത്. നീ പറ. ഇത്ര എമൗണ്ട് പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതുണ്ടാ. വേറെ ഒരു വഴിയും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഓക്കെ, നീ കാര്യം പറ. എന്താ?
എടാ നീ ഇങ്ങനെ തളർന്നാൽ എങ്ങനെയാ? റിസൾട്ടിനെ കുറിച്ച് അപർണ അറിഞ്ഞോ? എടാ അവള് രാവിലെ മുതൽ എന്നെ കാത്തിരിക്കുക. ഈ റിസൾട്ടിൽ പ്രതീക്ഷയുടെ ഒരു അംശമെങ്കിലും കാണുമെന്ന് വിചാരിച്ച ആ പാവം ഇരിക്കുന്നത്. ഞാൻ അവളോട് എങ്ങനെ പറയൂടാ ഈ റിപ്പോർട്ടിൽ അവൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നുമില്ലാന്ന്? എടാ ഹരി, നീ കുറച്ചുകൂടെ ധൈര്യം കാണിക്കുക. ശരിക്കും ഡോക്ടർ എന്താ പറഞ്ഞേ? ഒന്നുമില്ലടാ, എല്ലാ വഴി അടഞ്ഞു. അപ്പുവിൻ്റെ ഗർഭപാത്രത്തിന് ഒരു കുഞ്ഞിനെ പേറാനുള്ള ശേഷിയില്ലെന്ന് ഡോക്ടർ പറയുന്നു. അഡ്വാൻസ് ട്രീറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ എടുത്തതല്ലേ. ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള കഴിവ് അവൾക്കില്ലാന്ന് ഞാൻ എങ്ങനെ എൻ്റെ അപ്പുവിൻ്റെ മുഖത്തേക്ക് പറയുന്നത്? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലടാ. സോറി അപ്പു. എന്താ ഹരിയേട്ടാ പറയുന്നത്? ഇപ്രാവശ്യം നെഗറ്റീവാണോ റിസൾട്ട്? അപ്പൊ എനിക്കൊരു അമ്മയാവാൻ പറ്റൂല? അപ്പു സോറി. നമ്മുടെ വഴികളൊക്കെ അടഞ്ഞു. ഡോക്ടർ പറയുന്നത് അഡ്വാൻസ് ട്രീറ്റ്മെന്റ് എടുക്കാൻ നിന്റെ ഗർഭപാത്രം താങ്ങില്ലെന്നാ പറയുന്നത്. ഇല്ല, അവരൊക്കെ പറയാം. അവരാരാ? എനിക്ക് പ്രസവിക്കാൻ പറ്റും. നമ്മുടെ കുഞ്ഞിനെ പ്രസവിക്കാൻ എനിക്ക് പറ്റും ഹരിയേട്ടാ. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അപ്പൊ ഞാൻ പറയുന്ന കേൾക്ക്. നാളെ അമ്മയും ഈ നാട്ടുകാരെല്ലാരും കൂടെ എന്നെ കൊന്നിട്ട്. അപ്പൊ നീ കരയാതെ. അപ്പു നോക്കെന്നെ, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ജീവനോടുള്ള കാലം വരെ നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവും. നീ കരയാതെ. നമുക്ക് കുട്ടികളില്ലെങ്കിൽ വേണ്ട. എനിക്ക് നീ, നിനക്ക് ഞാനും മാത്രം മതി. ഇനി ഈ കാര്യം ഇവിടെ നമുക്ക് സംസാരിക്കണ്ട, കേട്ടല്ലോ? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് നേരിടും. നീ കരയാതെ.